നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. വെറും 4 ചേരുവകൾ കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ഹൽവയാണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ജെല്ലി പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 3 ക്യാരറ്റും 2 നേന്ത്രപ്പഴമാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി ക്യാരറ്റ് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ ജ്യൂസ് എടുക്കണം. അപ്പോൾ അതിനായിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടും എടുക്കാം കേട്ടോ. ഇനി ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് അരിപ്പയിൽ ഒഴിച്ചിട്ട് അരിച്ചെടുക്കാം. ഈ ജ്യൂസ് അവിടെ മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ നേന്ത്രപ്പഴവും അടിച്ചെടുക്കണം. അതിൻ്റെ ഒപ്പം 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. ഇതും മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒരല്പം നെയ്യ് ഒഴിച്ചിട്ട് നേരത്തെ കഴുകി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇനി ഇതേ പാനിലേക്ക് തന്നെ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ക്യാരറ്റും നേന്ത്രപ്പഴവും ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ 1/4 കപ്പ് കോൺഫ്ലവർ അല്പം വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടുപ്പിലേക്ക് വെച്ചിട്ട് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 സ്പൂൺ പൊടിച്ചു വെച്ച ഏലക്ക ചേർക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം തിക്കായി വരുന്നവരെ ഇളക്കി കൊടുക്കണം. ഇനി ഞാനൊരു 3 സ്പൂൺ നെയ്യ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന പരുവാവുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ ഏകദേശം പാത്രത്തിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്.
ഇനി നമുക്കിത് നെയ്യ് തടവി വെച്ച പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയിൽ നിന്ന് ഞാൻ ഒരല്പം എടുത്തിട്ട് താഴെ വെതറി കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് മാത്രം വെച്ചാൽ മതി, അപ്പോഴേക്കും സെറ്റാവും. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാം. ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഹെൽത്തി ഹൽവയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ. വീഡിയോ ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.